ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ ആണ്. ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് എഴുന്നേറ്റ് വന്ന് കിച്ചണിൽ കയറുന്ന 2 ദിവസമാണ് ശനി ഞായറും. അതിലൊരു ദിവസമാണ് ഇന്ന്. കാര്യം വേറെ എല്ലാ ദിവസവും പിള്ളേർ സ്കൂളിൽ വിടേണ്ടത് കൊണ്ടിട്ടും എനിക്ക് വർക്കിന് കയറേണ്ടത് കൊണ്ടിട്ടും എന്നുണ്ടാക്കണം, എങ്ങനെ ചെയ്യണമെന്നുള്ളത് തലേദിവസം ഒരു പ്ലാൻ ചെയ്ത് വയ്ക്കും. ശനി ഞായറും ആയിക്കഴിഞ്ഞാൽ അങ്ങനൊരു സാധനമേ ഇല്ല. ആ ഉള്ളതൊക്കെ വെച്ചിട്ട് ഓടാം, രാവിലെ നോക്കാം എന്നും പറഞ്ഞ് എഴുന്നേറ്റ് വരും. അത്തരത്തിലൊരു ദിവസമാണ് ഇന്ന്. കറിക്ക് വേണ്ടിയിട്ടൊന്നും ഇല്ല. അപ്പോൾ പിള്ളേർക്ക് ചിക്കൻ വേണോ മീൻ വേണോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് പോയി. മീൻ കൊണ്ടുവരുന്നത് എന്ത് മീനാണെന്നോ ക്ലീൻ ചെയ്താണെന്നോ ഒന്നും അറിയത്തില്ല. വരുമ്പോഴത്തേക്ക് നോക്കാം. മീൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കിയിട്ട് വരട്ടെ. മീൻ കിട്ടിയിരിക്കണതേ അയിലയാണ്. അയില, നല്ല അയില ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്താൽ മതി. മൊത്തത്തിലൊന്നും ക്ലീൻ ചെയ്ത് തരില്ലല്ലോ. പിന്നെ ഈ കവറുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ആ മതിലേലങ്ങ് കൊണ്ടുപോയി തൂക്കും. ഉണങ്ങി കഴിയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചാൽ മറ്റേ ഹരിതകർമ്മസേന വരുന്നവർക്ക് എളുപ്പമാണല്ലോ. പിന്നെ മീൻ കഴുകിയ വെള്ളമൊക്കെ കൊണ്ടുപോയി ഞാൻ മുകളിൽ വെച്ചിരിക്കുന്ന പച്ചക്കറികൾക്കൊക്കെ കൊണ്ടൊഴിച്ചു കൊടുക്കും. വെറുതെ സിങ്കിലൊഴിച്ച് കളയണ്ടല്ലോ, ഇതൊരു വളമാണല്ലോ. അപ്പോൾ അതങ്ങ് ചെല്ലട്ടെ എന്ന് വിചാരിച്ച് അതിനൊക്കെ കൊണ്ടൊഴിക്കും. അതാണിപ്പോൾ ഡെയിലി നടക്കണം. മീൻ മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഇങ്ങനെ വെട്ടി വരഞ്ഞെടുക്കുക എനിക്ക് പണ്ട് മുതലുള്ളൊരു ശീലമാണ്. മീൻ അരച്ച് കണ്ടേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റുകളെല്ലാം കൂടി ഇട്ട് ഞാൻ വെച്ചിരിക്കും. ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇതിൻ്റെ കൈയൊന്നും മുറിഞ്ഞിരിക്കുന്ന കാരണേ തിരുമിയിട്ട് എനിക്ക് വേദന എടുക്കുന്നു. കുറച്ച് വറക്കാനും എടുത്തിട്ടുണ്ട്, കുറച്ച് കറി വയ്ക്കാനും എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഇതിവിടെ ഇരുന്ന് പിടിക്കുന്ന ടൈമിന് നമുക്ക് കറി വയ്ക്കാനായിട്ടുള്ള തേങ്ങയൊക്കെ നരച്ചൊക്കെ എടുക്കാം. എന്നിട്ട് വരാം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ നമ്മൾ എല്ലാം കൂടെ ജാറിലോട്ടിട്ടങ്ങ് അരയ്ക്കാം. കുറച്ച് മീൻകറി ഉണ്ടാക്കുന്നുള്ളൂ, പിള്ളേരൊന്നും വലുതായിട്ട് കഴിക്കില്ല. മീൻകറി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇച്ചിരി എരിവ് വേണം. പിള്ളേർക്കോട്ടോ എരിവ് വന്നാൽ പറ്റത്തുമില്ല. ഞാൻ ഒരുപാട് എരിവിലും വെക്കിയല്ല, തീരെ എരിവ് കുറച്ച് മീൻകറി വെച്ചാൽ കൊള്ളത്തുമില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടാ. അപ്പം ഇത് നേരെ ആ മീൻ്റെ അകത്തോട്ട് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങ് നല്ലതുപോലെ തിളപ്പിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ മീനും വേഗം കറി നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതിപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കണതെന്ന് വെച്ചാലുണ്ടല്ല, ഈ ചട്ടി ഞാൻ വല്ല കാലത്തും എടുക്കുകയുള്ളൂ. അതായത് എങ്ങനെ എപ്പോഴും മീൻകറി വെക്കാറില്ല, കൂടുതൽ വറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറി വെക്കുന്ന ടൈമിലാണല്ലോ എടുക്കുന്നത്. പിന്നെ കുറേ നാളായിട്ട് ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയൊരു ചട്ടിയാണ്. അപ്പം തേച്ച് മിനുക്കി വെളുപ്പിച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും അത് പൊട്ടിപ്പോയി. അപ്പം മീൻകറി വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ വേറെ ചട്ടിയും ഇല്ല. ഞാനാകെ പെട്ട അവസ്ഥയിലായിപ്പോയി. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ ഉണ്ടായിരുന്ന ചട്ടിയുടെ കോലം കണ്ടില്ലേ, കഷ്ണമായിട്ട് കയ്യിലിരിക്കുന്നു. ശരിക്കും ആ സമയത്ത് ഒരു മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിലും ചിരിയും വന്നു പോയി കേട്ടോ. അപ്പം ഇനി മീൻകറി ഏതിൽ വെക്കും? വേറെ വല്ല പാത്രത്തിൽ വെക്കേണ്ടി വരും. ഏട്ടാ, ചട്ടി പൊട്ടിപ്പോയി. ഏട്ടൻ വന്നിട്ട് എന്നെ എടുത്തിട്ട് വാരുവാണ്. വേറൊന്നുമല്ല, ചട്ടി മേടിച്ച് തന്നിട്ട് ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ട്. 1 വർഷം ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരുന്നത് നമ്മളേതായാലും പുതിയ വീട്ടിലോട്ട് പോകുമല്ലോ, അവിടെ ചെന്നിട്ട് ഉപയോഗിക്കാമെന്ന്. പുതിയ വീട്ടിൽ വന്നിട്ടും എനിക്കത് ഉപയോഗിക്കാനുള്ള ഇത് കിട്ടിയില്ല. അപ്പം ഏകദേശം ഉപയോഗിച്ചപ്പോൾ തന്നെ 2 വർഷത്തിനടുത്തായി. അതിൻ്റെ ഇല്ലാത്തത് കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു പാത്രത്തിൽ വെച്ച് തന്നെ മീൻകറി ഉണ്ടാക്കും. അല്ലാതെ ആകെ എനിക്കൊരു ചട്ടി ഉണ്ടായിരുന്നുള്ളൂ, അതോട്ട് പൊട്ടിയും പോയി. തൽക്കാലം ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. പിള്ളേരൊക്കെ ബഹളം തുടങ്ങി വിശക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എവിടെന്നെങ്കിലും ഒരു മാങ്ങ കിട്ടുമെന്ന് നോക്കിയിട്ട് ഓടി വരാം. ഇപ്പോൾ വരാം. മാങ്ങയൊന്നും കിട്ടിയില്ല, പുളി തന്നെ ഇടാം. എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി തന്നി മറ്റേ ഇരുമ്പം പുളി ഇല്ലേ, അതാണ്.
കാറ്റടിക്കുമ്പോഴുണ്ടല്ലോ നല്ല അടിപൊളി മീൻകറിയുടെ മണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളും ചോറൊക്കെ കഴിക്കുവാണ്. അപ്പോൾ ഇനിയും മറ്റൊരു വിശേഷമായിട്ട് കാണുന്നത് വരേക്കും ബായ്.